നമ്മൾ കുറച്ച് വർഷങ്ങളായിട്ട് ഡിന്നറിന് ഫ്രൂട്ട്സാണ് നമ്മളുടെ ആഹാരം. അപ്പോൾ നമ്മളൊരു 5:30-6 മണിക്ക് ആകുമ്പോൾ ഫാമിലിക്ക് ഒന്ന് ഇറങ്ങും ഫ്രൂട്ട് ബാസ്ക്കറ്റുമായിട്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള ഫ്രൂട്ട്സ് പല പല ട്രീസിൽ നിന്നായിട്ട് നമ്മളങ്ങനെ ഹാർവെസ്റ്റ് ചെയ്ത് നമ്മുടെ ഫ്രൂട്ട് ബാസ്ക്കറ്റിലിടും. വീട്ടിൽ വന്ന് ഒരു 7:30 ആകുമ്പോൾ നമ്മൾ ആ ഫ്രൂട്ട്സ് ഷെയർ ചെയ്ത് കഴിക്കും. അതാണ് ഞങ്ങളുടെ ഒരു ഡിന്നർ എന്ന് പറയുന്നത്. ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈലിന് വേണ്ടി ഞങ്ങൾ തുടങ്ങിയതാണ്. ഈവനിങ് ബൈ 7:30 ഫ്രൂട്ട്സ് ആണ് ഡിന്നർ. അത് കഴിഞ്ഞ് ഞങ്ങളൊരു ഈവനിങ് വാക്ക്. അപ്പോൾ ഒരു എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ സീക്രട്ട് ഓഫ് ആർ ഹെൽത്ത് ഈസ് ആർ ഫ്രൂട്ട്സ്. മാംഗോ പൈനാപ്പിൾ, വാട്ടർമെലൺ പൈനാപ്പിൾ എന്ന് വെച്ചാൽ നമ്മുടെ തണ്ണിമത്തൻ പൈനാപ്പിൾ, കെനിയൻ പൈനാപ്പിൾ, ഇങ്ങനെ ഊരിയെടുത്ത് തിന്നാൻ പറ്റുന്ന സ്വാദുള്ള പൈനാപ്പിൾ, തായ്ലൻഡിൽ നിന്നുള്ള പൈനാപ്പിൾ, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മുള്ളുള്ളതും മുള്ളില്ലാത്തതൊക്കെ ആയിട്ടുള്ള കളർഫുള്ളായിട്ടുള്ള പലതരം പൈനാപ്പിളുകൾ. തൃശ്ശൂർ കുറ്റൂരുള്ള നമ്മുടെ ഫ്രാങ്കോ ജോസഫിൻ്റെ വീടിൻ്റെ മുകളിലും താഴെയായിട്ട് പൈനാപ്പിളുകളുടെ പ്രളയമാണ്. എങ്ങനെ ഈ പൈനാപ്പിളിലേക്ക് വന്നത് ഫ്രാങ്കോ? ഞാനൊരു 11 കൊല്ലം മുമ്പാണ് ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒരു കളക്ഷൻ തുടങ്ങിയത്. ഞങ്ങൾ ദുബായിലായിരുന്നു ഒരുപാട് കാലം. അപ്പോൾ ദുബായിലാകുമ്പോൾ നമുക്ക് ഒരുവിധം എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള എല്ലാതരം ഫ്രൂട്ട്സ് അവിടെ അവൈലബിൾ ആണ്. അതിൻ്റെ എല്ലാ വെറൈറ്റീസും അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനെ ഫ്രൂട്ട്സുകളോട് വലിയൊരു ഇഷ്ടം തോന്നി. അത് കഴിഞ്ഞ് ഒരു 11 കൊല്ലം മുമ്പ് നാട്ടിൽ വന്ന് സെറ്റിൽ ചെയ്തപ്പോൾ ആദ്യം ചെയ്തത് ഒരു ഫ്രൂട്ട് ഫാം സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഫ്രഷായിട്ട് വിഷമില്ലാത്ത ഫ്രൂട്ട്സ് നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ കഴിക്കാൻ പറ്റും. അത് നല്ലൊരു ഇൻട്രസ്റ്റിംഗ് കാര്യമാണല്ലോ. അപ്പോൾ അങ്ങനെ ഒരു 2-2.5 വർഷം മുമ്പാണ് നമ്മൾ പൈനാപ്പിൾ എന്ന് പറഞ്ഞ ഒരു ഇതിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. അപ്പോൾ മറ്റ് ഫ്രൂട്ട് പ്ലാന്റ്സൊക്കെ സെല്ല് ചെയ്യുന്ന നഴ്സറികൾ ഇവിടെ ഇപ്പം നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ പൈനാപ്പിൾ പ്ലാന്റ്സ് സെല്ല് ചെയ്യുന്ന നഴ്സറികൾ ഇല്ല. അപ്പോൾ ഇതിൻ്റെ ഒരു കളക്ഷൻ ഹൈലി ചാലഞ്ചിങ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഞാൻ അതിനൊന്ന് ഫോക്കസ് ചെയ്യണമെന്ന് വിചാരിച്ചത്. ആർക്കും ഇല്ലാത്തൊരു കളക്ഷൻ, ഒരു വെറൈറ്റി കളക്ഷൻ ബിൽഡ് ചെയ്യണമെന്ന് ഒരു നല്ലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. എത്ര തരണ്ട് ഇപ്പോൾ പൈനാപ്പിൾ ഫ്രാങ്കോടയിൽ? നമുക്കൊരു 150-ലധികം വെറൈറ്റി പൈനാപ്പിൾസ് ഇവിടെയുണ്ട്. 150. അപ്പോൾ ലോകത്ത് പൈനാപ്പിൾ ഗ്രോ ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നുള്ള മിക്ക വെറൈറ്റീസും നമ്മളിവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അത് പറമ്പിലും ഉണ്ട്, പുറത്തുണ്ട്. അതെ. എന്തി മാംഗോ പൈനാപ്പിൾ? മാംഗോ പൈനാപ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രത്യേകത, അതിൻ്റെ ഫ്ലഷിന് ഒരു മാംഗോയുടെ ഫ്ലഷിൻ്റെ കളറാണ്. ഒരു ഓറഞ്ച് യെല്ലോ ആ ഒരു കളറാണ്. പിന്നെ അതിന് നല്ല മധുരമാണ്. പ്ലസ് അത് കഴിക്കുമ്പോൾ അതിന് മാംഗോയുടെ ഒരു ഫ്ലേവറും കൂടിയുണ്ട്. മാവ് ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പം മാമ്പഴം പോലെ തന്നെ പൈനാപ്പിളും കഴിക്കാം. അതെ. വാട്ടർമെലനോ തണ്ണിമത്തൻ്റെ സ്വാദാണോ? അല്ല. അതിന് അതുമല്ല. അതിന് ബേസിക്കലി അതിൻ്റെ എക്സ്റ്റീരിയറിന് ഒരു വാട്ടർമെലൻ്റെ ഒരു റിസംബ്ലൻസ് ഉണ്ട്. അതായത് അതിൻ്റെ ഒരു ഒബ്ലോങ് ഷേപ്പും പിന്നെ അത് പഴുത്താലും ഒരു ഗ്രീൻ ആൻഡ് ഒരു ക്രീം കളർ കോമ്പിനേഷനാണ് അതിൻ്റെ എക്സ്റ്റീരിയർ. അത് തൈവാനി എന്നുള്ള വെറൈറ്റിയാണ്. ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പൈനാപ്പിൾ ഏതാ? നമുക്കങ്ങനെ ഒരെണ്ണം എന്ന് പറയാൻ പറ്റില്ല. കാരണം ഇത് ഒപ്പത്തിനൊപ്പം കോമ്പറ്റ് ചെയ്യുന്ന ഒരുപാട് സൂപ്പർ സ്വീറ്റിൽ തന്നെ ഒരു 15ഓളം വെറൈറ്റി ഉണ്ട്. പിന്നെ വെരി സ്വീറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു 30 വെറൈറ്റിയോളം ഉണ്ട്. അങ്ങനെ പിന്നെ നല്ല ഫ്ലേവർഫുള്ളായിട്ടുള്ള വേറെയും കുറേ വെറൈറ്റികളുണ്ട്. അപ്പം ഓരോന്നിനും ഓരോ സാധാരണ ഓരോന്നും പ്രിയപ്പെട്ടതാണ്. അതെ. കോമൺ ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ വാഴക്കുളം പൈനാപ്പിൾ എന്നറിയപ്പെടുന്ന മൗറീഷ്യസ് വെറൈറ്റിയാണ്. അപ്പോൾ നമ്മൾ എല്ലാവരും അത് മാത്രമേ കഴിക്കാറുള്ളൂ, നമുക്ക് അത് മാത്രമേ അറിയുള്ളൂ. നമ്മുടെ മനസ്സിൽ പൈനാപ്പിൾ എന്ന് പറഞ്ഞാൽ അതാണ്. പക്ഷേ നമ്മളിങ്ങനെ കുറേ വ്യത്യസ്തമായിട്ടുള്ള വെറൈറ്റികളൊക്കെ കഴിച്ച് വരുമ്പോൾ അതിൻ്റെ മധുരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഡിഫറെൻ്റാണ്. അത്രയും നല്ല മധുരമാണ് ഈ വെറൈറ്റികൾക്ക്. പൈനാപ്പിൾ ശരിക്കും എവിടുന്ന് വന്ന ആളാ? അത് ബ്രസീലിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. ഒരുപാട് കൊല്ലങ്ങൾക്ക് മുമ്പ്. അതെ. കറക്റ്റ്. ഫ്രാങ്കോക്ക് പക്ഷെ എന്താണെങ്കിലും കൊല്ലം മുഴുവൻ അവിടെ പൈനാപ്പിൾ കഴിക്കാം. അതെ. എല്ലാ ദിവസവും കഴിക്കാന്ന് മാത്രമല്ല, എല്ലാ ദിവസവും പുതിയ വെറൈറ്റികൾ കഴിക്കാന്നും കൂടിയുണ്ട്. അത് വലിയൊരു കാര്യമാണ്. വേൾഡ് കപ്പ് ഫുട്ബോൾ വരികയാണ്. അപ്പോഴും നമ്മൾ പറയാറുണ്ട് നാളെ മെക്സിക്കോയുടെ കളി, മറ്റന്നാൾ നൈജീരിയ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറയാറുണ്ട്. ആ ലൈനിലാണ്. അതെ. എല്ലാ ദിവസവും അർജന്റീനയും ബ്രസീലും തമ്മിൽ കളിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്കും ബോറടിക്കും. അപ്പോൾ അതിലും വെറൈറ്റി കാണുമല്ലോ. ഈ മുള്ളില്ലാത്ത പൈനാപ്പിളിന്റെ പ്രത്യേകത എന്താ? മുള്ളില്ലാത്തതെന്ന് പറഞ്ഞാൽ നമുക്കൊരു 30-35 വെറൈറ്റികളും മുള്ളില്ലാത്ത വെറൈറ്റികളാണ്. അപ്പോൾ അതിൽ ഒരുപാട് രാജ്യങ്ങളിൽ നിന്നുള്ള നല്ല കളർഫുള്ളായിട്ടുള്ള വെറൈറ്റികളുണ്ട്, നല്ല മധുരമുള്ള വെറൈറ്റികളുണ്ട്, പല കാറ്റഗറിയിൽ പെട്ടതുണ്ട്.
അത് ഈ ചെറിയ കുട്ടികളൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ മുള്ളില്ലാത്തത് കുറച്ചുകൂടെ നല്ലതാണ്. പിന്നെ ഈ മുള്ളിന് നമ്മൾ ഒരുപാട് പേടിക്കേണ്ട കാര്യമില്ല. നമ്മൾ പണ്ട് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പറമ്പിൽ അതിനോടൊക്കെ ചേർത്ത് നടുകയാണ്. അപ്പോൾ അവിടെ ഇതിങ്ങനെ തന്നെ കാട് പോലെ വളരും. അപ്പോൾ പിന്നെ ആ ഏരിയയിലേക്ക് പോകാൻ നമുക്കൊരു പേടിയാണ്. അങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ എൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന പല വെറൈറ്റീസിലും മുള്ളുണ്ട്. ഈ വെറൈറ്റി മുള്ളുള്ള വെറൈറ്റിയാണ് കെനി റെഡ് എന്ന് പറഞ്ഞ വെറൈറ്റി. അതല്ലെങ്കിൽ ഇപ്പം ഇത് മുള്ളുള്ള വെറൈറ്റിയാണ്. ഒരുപാട് മുള്ളുള്ള വെറൈറ്റികളുണ്ട്. നമ്മളിത് പോട്ടിൽ അതിനെ അടക്കി ഒതുക്കി നിർത്തുകയാണെങ്കിൽ ഈ മുള്ള നമുക്ക് അത്ര വലിയ പ്രശ്നമായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഇതിപ്പോ എന്ത് വലിപ്പത്തിലാണ് ഈ പോട്ടപ്പ് സെറ്റ് ചെയ്യേണ്ടത്? ഇത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 20 ഇഞ്ച് ഡയമീറ്റർ ഉള്ള പോട്ടാണ് നമ്മളിതിൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പോട്ട് മിക്സ് ആയിട്ട് നമ്മൾ ചെയ്യുന്നത് ഏറ്റവും ആദ്യം തന്നെ ഇതിൽ വെള്ളം ഒരിക്കലും കെട്ടി നിൽക്കാൻ പാടില്ല പൈനാപ്പിളിന്. അതുപോലെ നല്ല സൺലൈറ്റ് വേണം. 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. പിന്നെ ഈ പോട്ടിൻ്റെ താഴെ ഉള്ള എല്ലാ ഹോളുകളും, ഡ്രെയിൻ ഹോളുകൾ എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്യും. അത് കഴിഞ്ഞ് അതിൻ്റെ മീതെ നമ്മൾ ഒരു കുറച്ച് ചകിരി ഉണ്ടല്ലോ, അതിങ്ങനെ കമഴ്ത്തി വെക്കും. ചകിരിച്ചോറല്ല, നമ്മൾ ചകിരി തന്നെയാണ് വെക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ പോട്ടി മിക്സ് ആയിട്ട് ചെയ്യുന്നത് മണ്ണ്, അതിൽ മെയിനായിട്ട് ചാണകപ്പൊടി, കുറച്ച് വേപ്പിൻ പിണ്ണാക്കിൻ്റെ പൊടി, കുറച്ച് എല്ലുപൊടി, അത് മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു പോട്ടി മിക്സ് വരുന്നത്. അത് ഫില്ല് ചെയ്യുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ നടുക്കിൽ നമ്മൾ പ്ലാന്റ് നടുന്നു. അതിൻ്റെ എന്താ റേഷ്യോ? മെജോറിറ്റി മണ്ണാണ്. ഒരു 30% ഒക്കെ ചാണകപ്പൊടി മതി. മറ്റേ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്കൊക്കെ മിനിമം മതി. നമ്മൾ പ്ലാന്റ് നടുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അതിൻ്റെ പുതിയ കൂമ്പുകൾ വരുന്ന ഒരു പോയിന്റ് ഉണ്ടല്ലോ, അത് ഭയങ്കര സെൻസിറ്റീവാണ്. അപ്പോൾ അതിൽ ചെളി ഇരിക്കുക അല്ലെങ്കിൽ വളമൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ ആ പ്ലാന്റ് ചിലപ്പോൾ ഡീക്കേയിങ് വരും. അപ്പോൾ നമ്മളത് നടുമ്പോൾ ഒരുപാട് താഴ്ത്തി നടരുത്. നമ്മൾ വിചാരിക്കും ഇത് ഭാവിയിൽ വലിയ പ്ലാന്റ് ആവാൻ പോകുന്നതല്ലേ, അപ്പോൾ അത് ചെരിയൊക്കെ ചെയ്യുമോ എന്ന് വിചാരിച്ചിട്ട് ആളുകൾ ഒരുപാട് താഴ്ത്തിങ്ങ് വയ്ക്കും. അത് കഴിഞ്ഞ് പിന്നെ നനയ്ക്കുമ്പോൾ അതിൽ പോയിന്റ് ഉണ്ടല്ലോ, അതിൽ ചെളി വന്നിരിക്കും അല്ലെങ്കിൽ വളം വന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. ആ പോയിന്റ് എപ്പോഴും മണ്ണിൻ്റെ ലെവലിൽ നിന്ന് സ്വല്പം ഉയർന്നിട്ട് വേണം നമ്മൾ വെക്കാനായിട്ട്. അപ്പോൾ പ്ലാന്റ് ഒന്ന് വലുതായി കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം ആവശ്യത്തിനനുസരിച്ച് മണ്ണിട്ട് കൊടുക്കുക. ഭാവിയിൽ ഇത് വലുതാവുമെന്ന് വെച്ചിട്ട് ഇപ്പോഴേ നമ്മൾ ഒരുപാട് താഴ്ത്തി കുഴിച്ചിടരുത്. കാരണം അത് ചിലപ്പോൾ ഒരു ഇഷ്യൂ വരാം. ജനറലി ഇത് വലിയ കെയർ ആവശ്യമുള്ളൊരു പ്ലാന്റ് അല്ല. ഇത്രയും കാര്യങ്ങളും ശ്രദ്ധിക്കുക. അതുപോലെ ഒരു 1-1.5 മാസം കൂടുമ്പോൾ മേൽവളമായിട്ട് കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നല്ല വേനൽക്കാലമാണെങ്കിൽ ഒരു 1-2 ദിവസം ഒന്ന് നനയ്ക്കുക. അത്രേ വേണ്ടു. ശരിക്കും വലിയ കെയർ അറ്റൻഷൻ ഒന്നും ആവശ്യമുള്ള ഒരു പ്ലാന്റ്. 1-2 ദിവസം നമ്മൾ പുറത്ത് പോയെന്ന് പൈനാപ്പിൾ അവിടെ നിന്നോളും. ഒരാഴ്ച നമ്മൾ നനച്ചില്ലെങ്കിൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അത്രയും സ്ട്രോങ് പ്ലാന്റ് ആണ്.